സ്വിച്ച് ഇട്ട് വെച്ചിട്ട് ഫോണിൽ ചാർജ് ഇല്ല. ചാർജ് ചെയ്തിട്ട് എന്തിനാണ് ഈ റീൽസ് എടുത്ത് കളിക്കാനല്ലേ? ആണെങ്കിൽ ആണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. മക്കളെ 24 മണിക്കൂറും ഇതിലിങ്ങനെ റീൽസ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. നിനക്ക് അറിഞ്ഞൂടാ, പണ്ട് പവർ കട്ട് സമയത്ത് മെഴുകുതിരി വെട്ടത്തിലാണ് അച്ഛൻ പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഇത്തിരി സൗകര്യം കൂടിപ്പോയി. പണ്ട് കണക്ക് പരീക്ഷയുടെ തലേ ദിവസം വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റിന്റെ ചുവട്ടി ഇരുന്നാണ് അച്ഛൻ പഠിച്ചത്. അറിയാം? ആരുടെ പോസ്റ്റിന്റെ? ഫേസ്ബുക്ക് പോസ്റ്റാ അതാ ഇൻസ്റ്റയാ? നിങ്ങൾ ഇതൊക്കെ പറയും, കാരണം കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ പവർ കട്ടില്ല, വൈദ്യുതി ക്ഷാമമില്ല, പോരാത്തതിന് സമ്പൂർണ്ണ വൈദ്യുതീകരണം. ഈ തലമുറയിൽ ജീവിക്കാൻ ഒരു ഭാഗ്യം വേണം. അതിന് ഞങ്ങൾ പവർ കട്ട് വരാൻ പ്രാർത്ഥിക്കണോ? അയ്യോ വേണ്ട ഒമ്പോ, ഞങ്ങളുടെ തലമുറയിലുള്ള ആൾക്കാര് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ സർക്കാർ നിലവിൽ വന്നിട്ട് ഈ ഐറ്റം എവിടെ നിന്ന് പോയത്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോളല്ലേ. ഇനി അച്ഛനൊന്നും പറയുന്നില്ല, മക്കളായിരുന്നു പറഞ്ഞു. സോ ഗൈസ്, അങ്ങനെ പവർ കട്ട് സമയത്ത് അച്ഛന്റെ പാത്രത്തിൽ നിന്നും 3 കഷ്ണം മീൻ കാണാതായ കഥയില്ലാതെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ഗൈസ്. നാളെ മറ്റൊരു ഇൻ ഹൗസ് വിശേഷവുമായി കാണാം. ബൈ ബൈ. അത് കണ്ടന്റ് ആക്കിയ വീട്ടിൽ ഒരു വക മിണ്ടാൻ പറ്റൂല, അത് കണ്ടന്റ് ആയിക്കളയും ഇപ്പോഴത്തെ ഓരോ പിള്ളേരെ. Yeah.